ഞാനിന്നൊരു നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ബീഫാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് വിനാഗിരിയൊക്കെ ചേർത്ത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 15 ചുവന്നുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു 4-5 ചോള വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് തേങ്ങ കൊത്തിയെടുത്തതുമാണ്. ഇത് നമുക്ക് ബീഫിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എരിവിനായിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല ബീഫിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ വെക്കണം. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അടിച്ചൊന്ന് പ്യൂരി ആക്കിയതും കൂടി ചേർക്കാം. മുളക് പൊടിയും തക്കാളിയും ചേർക്കുന്ന സമയത്ത് വീഡിയോയിൽ അത് കിട്ടിയില്ല. വീഡിയോ ഓഫ് ആയി പോയതായിരുന്നു. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. നമ്മൾ ആ ബീഫും അത് വേവിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആ മസാല എല്ലാം കൂടി ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് സമയം വെച്ചിരിക്കുമ്പോഴേക്കും ഈ കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരും. കറി ഒന്ന് തിക്കായിട്ട് വരും. ഇതായപ്പോൾ കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്.